ओम श्री सद्गुरु चरणारविंदाभ्यां नमः। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शास्त्रं शारीरमीमांसा देवः परमेश्वरः आचार्य शंकराचार्यो सन्तु मे जन्म जन्मनि। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्र पराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् സന്ദതമാനതോസ്മി. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ആദ്യ ശ്ലോകത്തിലെ ഏതാണ്ട് ഒരു ആശയം നാം മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിർബോധം യഥാ നിദ്രയാ യസ് സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്ന ആ ശ്ലോകത്തിന്റെ ഇതിന്റെ ഒരു കുറച്ചുകൂടിയുള്ള വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലെ ആദ്യം ഞാൻ പറഞ്ഞ ആ ശങ്കരഭഗവത്പാദരുടെ സംഗ്രഹമയി ശ്ലോകം, സംഗ്രഹമായ ഒരു ശ്ലോകം, ആ ശ്ലോകത്തിന്റെ ഒരു ചെറിയ വിവരണം കൂടി സാന്ദർഭികമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഒരു 5-10 മിനിറ്റ് അതിനെടുക്കുന്നതിൽ അത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ശങ്കരഭഗവത്പാദരുടെ ചരിത്രം ശങ്കര വിജയം എന്ന പേരിൽ പല മഹാമനീഷികളും രചിച്ചിട്ടുണ്ട്. അതിൽ വിദ്യാരണ്യസ്വാമി എന്നറിയപ്പെടുന്ന, അതായത് മാധവീയ ശങ്കര വിജയം ആണ് വളരെ ശ്രേഷ്ഠമായ ഒരു കാവ്യമായി അംഗീകരിക്കപ്പെടുന്നത്. ആ മാധവീയ ശങ്കര വിജയം വളരെ പ്രസിദ്ധമാണ്. പ്രസിദ്ധ പണ്ഡിതന്മാരെല്ലാം അതിന് വ്യാഖ്യാനമൊക്കെ രചിച്ചിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ കേരളീയനായ ഒരു മഹത് വ്യക്തി, നിങ്ങളൊക്കെ അറിഞ്ഞ വസ്തുതയായിരിക്കും, ഈ ശങ്കര വിജയത്തിന്, മാധവീയ ശങ്കര വിജയത്തിന് മലയാളത്തിൽ ഒരു വിവർത്തനം രചിച്ചിട്ടുണ്ട്. വളരെ വിശിഷ്ടമായ ഒരു വിവർത്തന കൃതിയാണ്. ഈ വിവർത്തനം രചിച്ചത് ശ്രീ സുബ്രഹ്മണ്യം തിരുമുമ്പ് എന്ന പണ്ഡിതനാണ്. ആദ്യകാലത്ത് മറ്റു ചില പ്രസ്ഥാനങ്ങളിലൊക്കെ തൻ്റെ ശ്രദ്ധ ചെലുത്തി. പിന്നീട് അദ്ദേഹം ഈ ആത്മീയ പന്ഥാവിലേക്ക് തിരിഞ്ഞ് അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. ശ്രീഭാഗവതം, അതുപോലെ ദേവീഭാഗവതം, ഇവയുടെയൊക്കെ തർജിമ, അതുപോലെ തന്നെ ഈ ശങ്കരവിജയം എന്ന ഈ ഒരു വിശിഷ്ട സംസ്കൃത ഒരു കാവ്യത്തിന് അദ്ദേഹം ഒരു വിവർത്തനം നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സർഗം എങ്ങനെയാണ് ശങ്കര ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാധവീയ ശങ്കര വിജയത്തിലെ 16 അധ്യായങ്ങൾ, ആ 16 അധ്യായങ്ങളിലും പ്രതിപാദിക്കുന്നതായ ശങ്കര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ അവിടെ വർണ്ണിക്കുന്നുണ്ട്. അതായത് ഈ കാവ്യരചനയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം അദ്ദേഹം നൽകിയിട്ട് ഇവിടെ ആരാണ് ഈ കാവ്യത്തിലെ നായകൻ എന്ന് സൂചിപ്പിക്കുന്നു. അതിൻ്റെ വിവർത്തനമാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് പിന്നീട് സന്ദർഭാനുസാരം നമുക്ക് മൂലശ്ലോകത്തിലേക്ക് പിന്നീട് പോകാം. ഏതിന്നേതാവിവിടെ ഭഗവത് പാദസജ്ഞൻ മഹേശൻ ശൃംഗാരാദി പ്രമുഖരസമാം ശാന്തി അങ്ങുല്ലസിക്കൂ. ഏതജ്ഞാനക്ഷതി അരുൾവത് അത കാവ്യകർത്താവ് ധന്യൻ വ്യാസാഭൻ സത്കവി ഇത് പഠിച്ചിടുവോർ
ധന്യധന്യർ. ഈ ശങ്കരവിജയ കാവ്യം പഠിക്കുന്നവർ ധന്യധന്യരാണെന്നും ഇതിലെ നേതാവ്, ഈ കഥാനായകൻ, ഈ ശങ്കരവിജയ കാവ്യത്തിലെ നായകൻ ഭഗവത്പാദ സജ്ഞൻ മഹേശൻ, ഭഗവത്പാദരെന്ന സജ്ഞയോടുകൂടിയ സാക്ഷാൽ മഹേശൻ, മഹേശ്വരൻ, ശ്രീ പരമേശ്വരൻ. ശൃംഗാരാദി പ്രമുഖ രസമാം ശാന്തി അങ്ങുല്ലസിപ്പു. ഈ കാവ്യത്തിലെ പ്രധാന രസം ശാന്തിയാണ്. ശൃംഗാരം മുതലായ രസങ്ങൾ ഉണ്ടല്ലോ. ശൃംഗാരാദി പ്രമുഖ രസമാം ശാന്തി അങ്ങുല്ലസിപ്പു. ശൃംഗാരാദി പ്രമുഖ രസങ്ങൾക്കിടയിൽ ശാന്തിയാണ് ഇവിടെ ഉല്ലസിപ്പു, ഉല്ലസിക്കുന്നത്. ശാന്തി എന്ന ആ ഒരു രസമാണ് ഈ കാവ്യത്തിൽ ഉടനീളം അത് അന്തർലീനമായി കാണുന്നതും. ഏത് അജ്ഞാനക്ഷതി അരുൾവ അത് കാവ്യകർത്താവ് ധന്യൻ. ഏത് അജ്ഞാനക്ഷതി അരുൾവത, അജ്ഞാനക്ഷതി, അജ്ഞാനനാശം അരുളുവാനായി ഏതൊരു കാവ്യമാണോ രചിക്കപ്പെട്ടത് ആ കാവ്യകർത്താവ് ധന്യൻ വ്യാസാഭൻ സത്കവി. വ്യാസൻ എന്ന പേരുള്ള, വ്യാസൻ എന്ന നാമം കൊണ്ട് പ്രകാശിക്കുന്നവനായ സൽക്കവി. ഇത് പഠിച്ചിടുവോർ ധന്യധന്യർ. ഈ കാവ്യം വായിക്കുന്നവർ അത്യന്ത ധന്യരാണെന്ന ഒരു ശ്ലോകത്തോടുകൂടി ഈ 16 സർഗങ്ങളിലായി വിസ്തരിക്കപ്പെടുന്നതായ ശങ്കര വിജയ ചരിത്രത്തെ അദ്ദേഹം സംഗ്രഹിച്ച് പറയുന്നു. ആദ്യ സർഗം ഉപോദ്ഘാതം. മലയാള ഭാഷയിലായതുകൊണ്ട് കൂടുതൽ വിശദീകരണം ആവശ്യമെന്ന് തോന്നുന്നില്ല. ആദ്യ സർഗം ഉപോദ്ഘാതം, ദ്വിതീയം ശാങ്കരോദ്ഭവം. തൃതീയത്തിങ്കൽ ഓരോരോ ദേവൻ തന്നെ അവതാരവും. ഈ ശങ്കരാചാര്യ ചരിത്രത്തിൽ അതിനു മുമ്പ് ബ്രഹ്മാദി ദേവന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അത് ചെവികൊണ്ട് സാക്ഷാൽ ശ്രീ മഹേശൻ ഓരോ ദേവന്മാരെയും ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ അവതരിക്കുവാനായി നിയോഗിച്ചു എന്നും പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ആ സന്ദർഭങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാം. തൃതീയത്തിങ്കൽ ഓരോരോ ദേവൻ തന്നെ അവതാരവും. ചതുർത്ഥം 8ാം പ്രായത്തിൽ മുമ്പഴും പുണ്യസത്കഥ. 8ാം പ്രായത്തിലെ പുണ്യ കഥ, അതായത് ഭഗവാന്റെ ആ കനകധാരാസ്തവ നിർമ്മിക്കുള്ളതായ കഥ. 5 ചതുർത്ഥം 8ാം പ്രായത്തിൽ മുമ്പഴും പുണ്യസത്കഥ. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ആ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. 5 തദ് യോഗ്യമാകും സന്യാസപ്രാപ്തി ചിന്തനം. ആ പുണ്യസത്കഥയ്ക്ക് യോഗ്യമാകുന്ന തരത്തിലുള്ള സന്യാസപ്രാപ്തി. ആ സന്യാസപ്രാപ്തിയാണ് 5ാമത്തെ സർഗത്തിലെ ചിന്തയ്ക്ക് വിഷയമാകുന്നത്. 5 തദ് യോഗ്യമാകും സന്യാസപ്രാപ്തി ചിന്തനം. നെടുനാൾ കൊണ്ട് ശുദ്ധാത്മ വിദ്യക്കേറ്റുള്ളതാം ക്ഷതി തീർത്തും വീണ്ടും സുപ്രതിഷ്ഠ അതിനേക്കിയത് 6ലും. എന്നിട്ട് അദ്ദേഹം ആ അദ്വൈത വിദ്യാസ്ഥാപനം കൊണ്ട് വളരെ നാളുകളായി ദീർഘകാലമായി നിലനിന്നിരുന്നതായ ആ സനാതന ധർമ്മ ക്ഷതിക്ക് അത് തീർത്ത് സുപ്രതിഷ്ഠ ഏകിയതാണ് 6ാം സർഗത്തിൽ. നെടുനാൾ കൊണ്ട് ശുദ്ധാത്മവിദ്യക്കേറ്റുള്ളതാം ക്ഷതി, ശുദ്ധ ആത്മവിദ്യ, അദ്വൈത വിദ്യ, അതിനുള്ള ക്ഷതി തീർത്ത് വീണ്ടും സുപ്രതിഷ്ഠിതയെ നേകിയത് 6ലും എന്നു. ഇനി 7 ആചാര്യതൻ വ്യാസദർശനാത്മകമാം കഥ. ആചാര്യ മണ്ഡനകൃതം വാദം 8ങ്കൽ. 7 ആചാര്യതൻ വ്യാസദർശനാത്മകമാം കഥ. വ്യാസദർശനം, കാശിയിൽ വ്യാസദർശനം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആചാര്യ മണ്ഡനകൃതം വാദം 8ങ്കൽ. മണ്ഡനമിശ്രനും ആചാര്യനും തമ്മിലുള്ളതായ പ്രസിദ്ധമായ ആ വാഗ്വാദം 8ങ്കൽ, 8ൽ. ഇനി ആചാര്യ മണ്ഡനകൃതം വാദം 8ങ്കൽ, 8ാം അധ്യായത്തിൽ. 9ൽ വാണി സാക്ഷികമായി സ്വീയ സാർവജ്ഞ സ്ഥാപനോദ്യമം. ആ മണ്ഡനമിശ്രന്റെ ഭാര്യയായ വാണിയുടെ അവതാരമായ സാക്ഷാൽ സരസ്വതി ദേവിയുടെ അവതാരമായ ഉഭയഭാരതിയെ സാക്ഷിയായിക്കൊണ്ട് സ്വീയ സാർവജ്ഞ സ്ഥാപനോദ്യമം, താൻ
സർവജ്ഞനാണെന്ന് ആ മഹാപണ്ഡിതനായ മീമാംസകനായ മണ്ഡനമിശ്രനെ വാദത്തിൽ ജയിച്ചതും, സാർവജ്ഞ സ്ഥാപനോദ്യമം അദ്വൈത വിദ്യയാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്നുള്ള പ്രചാരത്തിലൂടെ തൻ്റെ സർവജ്ഞത്വം പ്രകടിപ്പിക്കുന്നതും, 10 കാമകലാജ്ഞാനത്തിനായി തൻ യോഗശക്തിയാൽ ഭൂപകായത്തിൽ ഉൾപ്പൊക്കു ചെയ്ത് കേളി വിലാസവും, 10ാമത്തെ അധ്യായത്തിൽ ഉഭയഭാരതിയുടെ ചില ചോദ്യങ്ങൾക്ക്, കൗതുകമേറിയ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനായി കാമകല മനസ്സിലാക്കുന്നതിന് എന്ന പോലെ തൻ യോഗശക്തിയാൽ 10 കാമകലാജ്ഞാനത്തിനായി തൻ യോഗശക്തിയാൽ ഭൂപകായത്തിൽ ഉൾപ്പൊക്കു ചെയ്ത കേളി വിലാസവും, ഭൂപകായത്തിൽ അമരുകൻ എന്ന രാജാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചതായ ആ ഒരു ദിവ്യ ചരിത്രവും, സർഗം ഏകാദശത്തിങ്കൽ ഉഗ്രഭൈരവൻ നിർജയം, 11ാമത്തെ അധ്യായത്തിൽ ഉഗ്രഭൈരവൻ തൻ്റെ തല കൊയ്യാൻ വന്നതായ ആ കാപാലികനെ ജയിച്ചതും, ശിഷ്യരായി തീർന്നു 12ൽ ഹസ്താമലക തോടകർ, 12ാമത്തെ അധ്യായത്തിൽ ഹസ്താമലകനും തോടകനും ഗുരുവിനെ സമീപിച്ച് ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ശിഷ്യന്മാരായി തീർന്ന സംഭവങ്ങളും, വാർത്തികാന്ത ബ്രഹ്മവിദ്യാ പ്രചാരം 13ലും, ബ്രഹ്മവിദ്യാ പ്രചാരം 13ലും 13ാം സർഗത്തിൽ, 14ൽ പത്മപാദ തീർത്ഥയാത്രാ നിരൂപണം, പത്മപാദരുടെ തീർത്ഥയാത്രയും 14ലും, 15ൽ ആചാര്യ ജൈത്രയാത്രാ കുതൂഹലം, 15ാമത്തെ സർഗത്തിൽ ആചാര്യ ജൈത്രയാത്രാ കുതൂഹലം. ആ ജൈത്രയാത്രാ കുതൂഹലം അത് സംഭവിക്കുന്നതായ ഭാരതദേശം ഒട്ടും സഞ്ചരിച്ച് എല്ലാ പ്രതിവാദികളെയും വാദം കൊണ്ട് ജയിച്ച് ഒരു ജൈത്രയാത്ര നടത്തിയതായ ആ ഒരു കുതൂഹലമേറിയതായ ആ സംഭവങ്ങൾ 15ൽ, 14ൽ പത്മപാദ തീർത്ഥയാത്രാ നിരൂപണം, 15ങ്കൽ ആചാര്യ ജൈത്രയാത്രാ കുതൂഹലം, 16ൽ മഹാത്മാവിൻ ശാരദാ പീഠവാസവും, ശാരദാപീഠം സ്ഥാപിച്ച ശൃംഗേരി ഇതിലെ എന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹം സർവജ്ഞപീഠം കയറി, അതും ശാരദാപീഠമാണ്. ശാരദാപീഠവാസവും ഏവം 16 സർഗങ്ങൾ കൊണ്ട് ചൊല്ലുന്നു തൽക്കഥ. ഒരിക്കൽ കേൾക്കലും കാമപ്രദം കലിമലാപഹം തുടങ്ങാം അക്കഥ ബുധപ്രീത്യർത്ഥം വാദസങ്കുലം എന്ന് അങ്ങനെ തുടർന്ന് സർഗം അങ്ങനെ തുറന്നു പോവുകയാണ്. ആദ്യത്തെ ഉപോദ്ഘാതം. ഇത് ഇത്രയും പ്രധാന സംഭവങ്ങൾ ശങ്കര ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമാന്യമായി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും നാം വിസ്മരിക്കുന്നതായ പല കഥാഭാഗങ്ങളെയും ഇവിടെ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ നാം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നാം മനസ്സിലാക്കി ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ഇത് 3 ഉപാധികളാണ്, കണ്ടീഷനാണ്. തത്സൃഷ്ടുവ തദേവ അനുപ്രാവിശത്ത് എന്ന് ആ ശ്രുതി സൂചിപ്പിക്കുന്ന തരത്തിൽ, ആ ശ്രുതിയുടെ അർത്ഥം വിശദമാക്കുന്ന തരത്തിലുള്ളതായ പ്രവേശം. എങ്ങനെ പ്രവേശിച്ചു? തത്സൃഷ്ടുവ തദേവ അനുപ്രാവിശത്ത് എന്ന്, അതായത് ഉദകുംഭത്തിൽ സൂര്യബിംബം പ്രവേശിക്കുന്നത് പോലെ ആ സമഷ്ടി വ്യഷ്ടി രൂപങ്ങളിൽ ക്രമേണ പ്രവേശിച്ച് ആ പ്രവേശം എന്ന് പറയുന്നതിനെ നാം സാധാരണ ആഭാസം എന്ന് പറയാറുണ്ട്. ആഭാസം അല്ലെങ്കിൽ പ്രതിബിംബം. അതുപോലെ തന്നെ അതിനെ ഈ പറയുന്ന എന്താ പറയുക, അവച്ഛേദവാദം എന്നും പറയാനുണ്ട്, ഡീലിമിറ്റഡ് എന്നൊക്കെ പറയും. അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഈ 3 ഉപാധികളിലും പ്രവേശിച്ച്, അതായത് ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്ത്യവസ്ഥ, ഈ 3 ഉപാധികളിലും പ്രവേശിച്ചതായ ഈ തത്വം, ആത്മതത്വം, വാക്ക്, മനസ്സ്, പ്രാണങ്ങൾ, കരണസമൂഹങ്ങൾ എന്നിവ കൂടി ബന്ധപ്പെട്ടതായി കാണപ്പെടുന്നു. ഈ കാണപ്പെടുന്ന ഈ തത്വത്തെയാണ്, ഈ ബ്രഹ്മത്തിനെയാണ് ഇവിടെ ജീവൻ എന്ന സിദ്ധാന്തത്തിൽ ഇവിടെ നിഷ്കർഷിച്ച് പറയുന്നത്. ആ ഒരു ജീവൻ ഇവിടെ
നേരത്തെ പറഞ്ഞ ഈ 3 അവസ്ഥയിലും വിഹരിക്കുകയാണ്. യോഗവാസിഷ്ഠത്തിൽ പറയും, വാസിഷ്ഠ പുരാണം എന്നറിയപ്പെടുന്നതായ യോഗവാസിഷ്ഠത്തിൽ ഇത് വർണ്ണിക്കുകയാണ്. പുരത്രയേ ക്രീഡതി യശ്ച ജീവഃ തതസ്തു ജാതം സകലം വിചിത്രം ആധാരം ആനന്ദം അഖണ്ഡബോധം യസ്മിൻ ലയം യാതി പുരത്രയം ച. യസ്മിൻ പുരത്രയം ലയം യാതി. ഈ പുരത്രയം എന്ന് പറയുന്നത് ഇവിടെ ഈ 3 അവസ്ഥകളെയാണ്. സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്. പുരത്രയേ ക്രീഡതി യശ്ച ജീവഃ. ഈ 3 പുരങ്ങളിലും എന്ന് പറയുന്നു, ഈ 3 നഗരങ്ങളിൽ, 3 അവസ്ഥകളിലും യശ്ച ജീവഃ ക്രീഡതി എന്നാണ്, വിഹരിക്കുന്നു, കളിക്കുന്നു എന്നാണ് പറയുന്നത്. തതസ്തു ജാതം സകലം വിചിത്രം. അതിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ വിചിത്രമായ ഈ പ്രപഞ്ചബോധം. എന്നാൽ ഈ പ്രപഞ്ചബോധത്തിന് വിചിത്രമായ വൈവിധ്യം നിറഞ്ഞതായ ഈ പ്രപഞ്ചബോധത്തിന് ആധാരമായിട്ടുള്ള ഏക വസ്തു, ആധാരം, ആനന്ദം, അഖണ്ഡബോധം, അഖണ്ഡമായ വിഭാഗരഹിതമായ ആനന്ദമായ ആ ആധാരം, ഏക ആധാരം. ആ ആധാരത്തിൽ ഈ 3 പുരവും ഈ 3 അവസ്ഥകളും ലയം യാതി. അതായത് ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, ഈ 3 അവസ്ഥകളിലൂടെയും വിഹരിക്കുന്നതായ, സഞ്ചരിക്കുന്നതായ ഈ ജീവബോധം വാസ്തവത്തിൽ പ്രത്യേക അഭിന്നമായ ആ പരമാത്മ സത്തയുടെ വിവിധ നാമരൂപ കർമാത്മകം വിശ്വം ജാതം, അതിൽ നിന്നും ഉണ്ടാകുന്നതാണ്. വിവിധ നാമരൂപ കർമാത്മകം വിശ്വം. ബ്രഹ്മം എന്ന തത്വം, ആത്മതത്വം ആകട്ടെ സത് ചിത് ആനന്ദം എന്ന് പറയുന്ന അസ്ഥി ഭാതി പ്രിയം. ഇനി രൂപനാമാത്മകം, രൂപം, നാമം, കർമ്മ മുതലായവയാണ് ഈ ജീവതത്വം എന്ന രീതിയിൽ അതിനെ വേർതിരിച്ച് കാണിക്കുന്നത്. വേർതിരിവ് എന്ന് പറയുന്നത് ഒരു ആഭാസം മാത്രമാണ്, തോന്നൽ മാത്രമാണ് ഈ വേർതിരിവ്. ഇനി ആധാരം, ആനന്ദം, അഖണ്ഡബോധം യസ്മിൻ ലയം യാതി പുരത്രയം ച ഏതസ്മാത് ജായതേ പ്രാണോ. അപ്പോൾ ഇതിൽ നിന്നുമാണ്, ഈ ജീവബോധത്തിലാണ് ഏതസ്മാത് ജായതേ പ്രാണഃ മനഃസർവേന്ദ്രിയാണി ച. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ അവസ്ഥയുടെയും പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി, ഓരോ അവസ്ഥയിലെയും പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതായത് സൂക്ഷ്മ ശരീരം ജാഗ്രത അവസ്ഥയിൽ, അതായത് അജ്ഞാനം സുഷുപ്തിയിൽ, ജാഗ്രത അവസ്ഥയിൽ സൂക്ഷ്മ ശരീരത്തോട് കൂടി ചേർന്ന് നിൽക്കുന്ന സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നത് ജാഗ്രത അവസ്ഥയിൽ, വാക്ക്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ സഹായത്തോടു കൂടി. ജാഗ്രത അവസ്ഥയിലെ വാസനാമയങ്ങ ചേർന്നതായ ലിംഗശരീരം സ്വപ്നത്തിൽ. ഇനി ബുദ്ധിയുടെ ആ സംസ്കാരത്തിന്റെ സംസ്കാര വാസനയോടുകൂടി ചേർന്ന അജ്ഞാനം സുഷുപ്തിയിലും പ്രവർത്തിക്കുന്നു. ഈ 3 ഉപാധികളിലും പ്രവേശിച്ചതായ ആ ജീവൻ, അത് വാസ്തവത്തിൽ ആത്മതത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആത്മതത്വത്തിന്റെ ബഹിസ്ഫുരണം മാത്രമാണ് ഈ വിശ്വം എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ വാസിഷ്ഠത്തിൽ തുടരുകയാണ്. ഏതസ്മാത് ജായതേ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച. എന്നിട്ടോ ഖം വായു ജ്യോതിരാപ പൃഥിവി വിശ്വസ്യ ധാരിണി. ഇതിന് ആധാരമായിട്ടുള്ളത്, ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ളത് എന്താ? വിശ്വസ്യ ധാരിണി.
ഖം ആകാശം, വായു, ജ്യോതി അഗ്നി, ആപഹ ജലം, പൃഥിവി എന്നിവയാണ് വിശ്വസ്യ ധാരിണി, വിശ്വത്തിന് ആധാരമായിട്ടുള്ളത്. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം ഏതസ്മാത് ജായതേ പ്രാണോ മനസ്സർവേന്ദ്രിയാണി ച. പ്രാണൻ എന്തിനാണ് അവിടെ എടുത്തു പറഞ്ഞത് പ്രത്യേകം എന്ന് ചോദിച്ചാൽ, ക്രിയാശക്തിയാത്മക പ്രാണ ജ്ഞാനശക്തിയാത്മകം മനഃ എന്ന് വ്യക്തമാക്കി തരുന്നു. ക്രിയാശക്തി ഉണ്ട് ശരീരത്തിന്, നമ്മുടെ ജീവന് ഒരു ക്രിയാശക്തിയുണ്ട്. അതിന് കാരണമാകുന്നത് ക്രിയാശക്തിയാത്മക പ്രാണ. ജ്ഞാനശക്തിയുണ്ട്, ആ ജ്ഞാനശക്തിക്ക് ആധാരമാകുന്നത് മനസ്സ് എന്നും കൂടി, ദേഹാധികം എന്നും അതും കൂടി ചേർത്ത് കൊള്ളണം. അങ്ങനെ ഈ മൂന്ന് ധാമങ്ങളിലും, ഈ മൂന്ന് പുരങ്ങളിലും, ഈ മൂന്ന് അവസ്ഥകളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, വിഹരിച്ചു കൊണ്ടിരിക്കുന്ന, ക്രീഡതി, ക്രീഡനം, കളി, കളിതമാശ പോലെ ഇങ്ങനെ അങ്ങനെ അവിടെയും ഇവിടെയും കളിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ജീവതത്വം, ഇത് മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം, എന്നിലാണ് ഇവ ഉൽപ്പന്നമാകുന്നത്, എന്നിലാണ് അവ പ്രതിഷ്ഠ നേടിയിട്ടുള്ളത്. മൈ സർവം ലയം യാതി, എന്നിലേക്ക് തന്നെ അത് ലയിക്കുന്നു. തത് ബ്രഹ്മ അദ്വയം അസ്മ്യഹം, ആ ബ്രഹ്മ അസ്മി അദ്വയമായ ബ്രഹ്മമാണ്. ഇവിടെ ശ്ലോകത്തിൽ ഒരു അദ്വയം എന്ന് പറഞ്ഞല്ലോ. അദ്വയം എന്ന് പറയുന്നത് പ്രപഞ്ച ലയം, പ്രപഞ്ച പ്രവിലാപം. യഥാ ഇനി അതിന്റെ ക്രക്സിലേക്ക് കടക്കുകയാണ്. യഥാ സ്വപ്ന പ്രപഞ്ചോയം മയി മായാ വിജൃംഭിത ഏവം ജാഗ്രത് പ്രപഞ്ചശ്ച മയി മായാ വിജൃംഭിത. യഥാ സ്വപ്ന പ്രപഞ്ചോയം മയി മായാ വിജൃംഭിത ഏവം ജാഗ്രത് പ്രപഞ്ചശ്ച മയി മായാ വിജൃംഭിത. മായയുടെ വിജൃംഭണം, മായയുടെ ഒരു സംയോഗം കൊണ്ട് ഉള്ളതാണ് സ്വപ്ന പ്രപഞ്ചം. അത്ഭുതമാണ് ഈ സ്വപ്നം. സ്വപ്നദശയെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ നാം സൂചിപ്പിച്ചു. ഇനി പിന്നീടും വരുന്നുണ്ട് ആ സ്വപ്നത്തെക്കുറിച്ചുള്ള വിവരണം. സ്വപ്ന പ്രപഞ്ചം സ്വപ്നം കണ്ട് ഉണർന്ന് എണീറ്റയാൾക്ക് എങ്ങനെ അത് മിഥ്യയാണെന്ന് തോന്നുന്നുവോ, അനുഭവപ്പെടുന്നുവോ, ഇല്ല എന്ന് അനുഭവം ആകുന്നുവോ, അതുപോലെ ഈ ജാഗ്രത് പ്രപഞ്ചം, നമ്മുടെ ഈ പ്രപഞ്ചം, നാം ഇപ്പോൾ വ്യവഹരിക്കുന്ന ഈ ജാഗ്രത് എന്ന ഈ പ്രപഞ്ചം തുരീയത്തിൽ, അദ്വൈത ബോധത്തിൽ, അദ്വൈത ഭാവത്തിൽ മായാവിജൃംഭിത, മായാവിജൃംഭണമാണ് എന്ന് അനുഭവ വിഷയമാണ്. അപ്പൊ സ്വപ്നം പോലെയാണ് ഈ പറയുന്ന ഈ ജാഗ്രത്. സ്വപ്നം എത്രമാത്രം കൽപ്പിതമാണോ, അല്ലെങ്കിൽ എത്രമാത്രം അത് മിഥ്യയാണോ, മിഥ്യ എന്നൊരു പദമുണ്ട്, അത് അത്യന്തം അസതല്ല, സത്തുമല്ല, അസത്തുമല്ല. ഇവിടെ നാം മനസ്സിലാക്കണം, സത്ത് പോലെ തോന്നുന്നു എന്നാൽ സത്തല്ല, അസതു പോലെ തോന്നുന്നു എന്നാൽ അസതുമല്ല. അനുഭവകാലത്തിൽ അസതല്ല, നിശ്ചയകാലത്തിൽ അത് സത്വം അല്ല. അപ്പൊ സത്വെന്നോ അസത്വെന്നോ നിർവചിക്കുവാൻ സാധ്യമല്ലാത്ത, അനിർവചനീയമാണ് എന്ന് മനസ്സിലാക്കണം. സത്താണെങ്കിൽ അത് ബാധിക്കപ്പെടുന്നതല്ല, സദ്വസ്തു ബാധിക്കപ്പെടുന്നതല്ല. താൽക്കാലികമായ ഒരു സത്തയുണ്ട് വസ്തുക്കൾക്ക്. ഇപ്പൊ വൃക്ഷ അസ്തി, ഘട അസ്തി എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വൃക്ഷം എത്ര കാലം നിലനിൽക്കും? ഒരു 50 വർഷം അല്ലെങ്കിൽ 100 വർഷം. അത്യന്ത സത്വം, സദാതനത്വം ആ വൃക്ഷത്തിനില്ല, ഘടപടാദികൾക്കൊന്നുമില്ല, നമ്മുടെ ശരീരത്തിനുമില്ല. അപ്പോൾ സത്ത് എന്നുള്ള വ്യവഹാരത്തിന് അർഹമായതല്ല ഇവയല്ല, ഈ പ്രാപഞ്ചികമായ വസ്തുക്കളല്ല. എന്നാൽ അത്യന്തം അസത്ത് എന്ന് പറഞ്ഞാലോ, ഒരിക്കലും ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അനുഭവ വിഷയമാകുന്നു. എങ്ങനെ അനുഭവ വിഷയമാകുന്നു? സ്വപ്നകാലത്തിൽ സ്വാപ്നികമായ അനുഭവങ്ങൾ യഥാർത്ഥമാണെന്ന് തോന്നുന്നത് പോലെ ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങൾ യഥാർത്ഥമാണെന്ന് ജാഗ്രത അവസ്ഥയിൽ നമുക്ക് തോന്നുന്നു. ഈ ജാഗ്രത അവസ്ഥ എപ്പോഴാണ് ഇല്ലാതാകുന്നത്? സബ്ലേഷൻ എപ്പോഴാണ് വരുന്നത്? അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. എത്രയോ ജന്മങ്ങൾ ഇതിനു വേണ്ടി വരും. ശതകോടി ജന്മസുഹൃതൈ പുണ്യേർവിനാ ലഭ്യത എന്നാണ്. എത്രയോ ജന്മങ്ങൾ ഭഗവാൻ പറയുന്നുണ്ടല്ലോ. എന്താ? എത്രയോ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതത് സിദ്ധയേ യതതാം അഭിസിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ എന്നും പറയുന്നുണ്ട്. ആരോ ഒരാളെ എന്നെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇത് ഈ അസത് എന്ന് പറയുമ്പോൾ അത്യന്തം അതല്ല, അസതല്ല. ന്യായശാസ്ത്രത്തിൽ അത്യന്താഭാവം എന്നൊരു അഭാവത്തെ കുറിച്ച് പറയും. അഭാവം എന്ന് പറഞ്ഞാൽ നെഗേഷൻ എന്നാണ്. നെഗേഷൻ, ഇല്ലായ്മ. ഉണ്മ എന്ന് പറയുന്നത് പോലെ ഇല്ലായ്മയും അനുഭവ വിഷയമാണ്. എങ്ങനെ എന്ന് ചോദിച്ചാൽ, ക്ലാസ്സിൽ 10 കുട്ടികളാണ് എന്ന് ധരിക്കുക. 2 പേര് വന്നില്ല എങ്കിൽ ആ 2 പേരുടെ ആബ്സെൻസ്, ഇല്ലായ്മ നമുക്ക് അനുഭവപ്പെടുന്നു. അതെങ്ങനെ അനുഭവപ്പെടുന്നു, ഏത് പ്രമാണമാണെന്നുള്ളതൊക്കെ ചർച്ചയൊക്കെ വേറെ അല്ലെ. ദ ഫയൽ ഈസ് ഫൗണ്ട് മിസ്സിംഗ് എന്ന് പറയും. ഒരു ഇംഗ്ലീഷിൽ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതായത് ദ ഫയൽ ഈസ് ഫൗണ്ട് മിസ്സിംഗ് എന്നാണ്. മിസ്സിംഗ്, ഇല്ലായ്മ, അത് അനുഭവമാകുന്നു. ഇറ്റ് ഈസ് ഫൗണ്ട് എന്നാണ്. അത് കാണപ്പെടുന്നു എന്നാണ്. അവിടെ കണ്ടില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ അഭാവം. ഈ അഭാവത്തെ ന്യായശാസ്ത്രത്തിൽ 4ആയിട്ട് പറയും. പ്രാഗഭാവം, ഇത് ന്യായശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് ചില ശാസ്ത്ര വിഷയങ്ങളെല്ലാം നാം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ന്യായം എന്ന് പറയുന്ന തർക്കശാസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ന്യായശാസ്ത്രം ഈ അദ്വൈത ഗ്രന്ഥ പഠനങ്ങൾക്ക് വളരെ വളരെ സഹായകമായിട്ടുള്ളതാണ്. അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നത്. ആ ന്യായശാസ്ത്രത്തിന്റെ പ്രണേതാവായ അക്ഷപാദന്റെ സൂത്രത്തെ, ആ ഒരു സൂത്രം, ദുഃഖജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാനാം ഉത്തരോത്തരാപായ തനന്തരാപായ അപവർഗ എന്ന് പറയുന്നതായ ആ സൂത്രം ഭഗവത്പാദ തന്റെ സൂത്രഭാഷ്യത്തിൽ തന്നെ വളരെ ബഹുമാനത്തോടെ അതിനെ സ്മരിക്കുന്നുമുണ്ട്. അപ്പൊ അനുമാനത്തെ പ്രമാണമാക്കിക്കൊണ്ടുള്ളതായ, പ്രധാന പ്രമാണമാക്കിക്കൊണ്ടുള്ളതായ ഈ ന്യായശാസ്ത്രം, ഈ ന്യായശാസ്ത്രത്തിന്റെ ചില പ്രത്യേകതകളെല്ലാം നമുക്ക് വരും. അതില് അത്യന്താഭാവം എന്നൊരഭാവം, അതായത് ടോട്ടൽ നെഗേഷൻ എന്നർത്ഥം. ഈ അഭാവമൊക്കെ ചിലപ്പോൾ പാർഷ്യലായിരിക്കും. ഉദാഹരണം, പാർഷ്യലായിട്ടുള്ള അഭാവങ്ങളെ പറയാം ആദ്യം. ഇപ്പോ ആദ്യത്തേത് പ്രാഗ അഭാവം. പ്രാഗ് എന്ന് പറഞ്ഞാൽ മുമ്പ്. എന്തിനു മുമ്പ്? ഉത്പത്തിക്ക് മുമ്പ്. ഇന്നേ ദിവസം, ഈ ദിവസം ഒരു വസ്തു ഉണ്ടാകുന്നു എന്ന് വയ്ക്കുക. 5-ാം തീയതി, 5-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഒരു കുടം നിർമ്മിതമാകുന്നു. അപ്പൊ 5-ാം തീയതി 5 മണി വരെ ആ കുടത്തിന്റെ അഭാവം നിലനിന്നു. കുടം നിർമ്മിതമായി കഴിഞ്ഞപ്പോൾ ആ പ്രത്യേക കുടത്തിന്റെ അഭാവം ഇല്ലാതായി. അഭാവം നെഗേഷൻ, ഇല്ലായ്മ. ഘടം ഉത്പന്നമാകുമ്പോൾ ഘടാഭാവം ഇല്ലാതാകുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഘടത്തിന്റെ ഒരു അഭാവം, പ്രാഗഭാവം, ഘടത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പുള്ള അഭാവം അനാദിയാണ്. എപ്പോൾ ആരംഭിച്ചു? ഈ പ്രത്യേക ഘടത്തിന്റെ പ്രാഗഭാവം എപ്പോൾ ആരംഭിച്ചു? പ്രാഗ് എന്ന് പറഞ്ഞാൽ മുമ്പ് എന്ന് എടുത്തുകൊള്ളണം. അനാദിയായിട്ട്, എപ്പോൾ കാലം ആരംഭിച്ചു ആർക്കറിയാൻ പറ്റും? കാലം എപ്പോൾ, ടൈം when it began, നമുക്ക് നിർണയിക്കാൻ സാധിക്കുമോ? ഇല്ല. അതാണ് അനാദി എന്ന് പറഞ്ഞത്. അനാദിഹി, മായയും അങ്ങനെയാണ്. അനാദിഹി
എന്നാൽ സാന്തഃ അന്തമുണ്ടാകുന്നു. എങ്ങനെ? ഈ ഘടം ഈ 5-ാം തീയതി 5 മണിക്ക് ഘടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ അഭാവം നശിച്ചു. അപ്പോൾ അനാദി സാന്തഃ പ്രാഗഭാവഃ. ഇനി രണ്ടാമതൊരു അഭാവം, പാർഷ്യൽ അഭാവത്തെ കുറിച്ച് പറയാം. അത് പ്രധ്വംസാഭാവം. പ്രധ്വംസം എന്ന് പറഞ്ഞാൽ നാശം. ധ്വംസം നാശം, പ്രധ്വംസം വിശേഷേണ നാശം എന്നർത്ഥം. ഘടം ഉണ്ടായി, ആ ഘടം 5 മണിക്ക് ഉണ്ടായ ഘടം 6 മണിക്ക് നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീണ് അത് പൊട്ടി നശിച്ചു. പൊട്ടിച്ചു ചേർക്കാൻ പറ്റാത്ത വിധം, അതാണ് പ്രധ്വംസം. അപ്പോൾ ആ ഘടം പിന്നീട് അഭാവത്തിന് വിഷയമാകും. ഇതാണ് പ്രധ്വംസാഭാവം. ഉത്പത്തിക്ക് ശേഷം നാശം സംഭവിക്കുമ്പോൾ നാശകാലം മുതൽക്ക് വിനാശകാല അവ്യവഹിത ക്ഷണം മുതൽ പിന്നീട് എത്ര കാലം നിലനിൽക്കും അറിയില്ല. അപ്പൊ സാതിരനന്ത പ്രധ്വംസ, ആദിയുള്ളതും അതായത് ആരംഭമുള്ളതും അന്തം പറയാൻ കഴിയാത്തതുമാണ് പ്രധ്വംസാഭാവം. അനാദി സാന്തഃ പ്രാഗഭാവഃ സാതിരനന്തഃ പ്രധ്വംസഃ. ന്യായശാസ്ത്രമല്ല ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതായ ഈ വിഷയങ്ങളെല്ലാം ഇതിലേക്ക് നാം കൊണ്ടുവരണം, ചേരുവകളെല്ലാം ചേർക്കണം. അനാദി സാന്തഃ പ്രാഗഭാവഃ സാതിരനന്തഃ പ്രധ്വംസഃ. ഇനി മൂന്നാമതൊരഭാവമാണ് ടോട്ടൽ ആബ്സെൻസ്. ഒരിക്കലും പറയാൻ കഴിയില്ല, ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരിച്ചതായ ആ ശ്ലോകം. മൃഗതൃഷ്ണാംഭസി സ്നാതഃ ഖപുഷ്പകൃതശേഖരഃ ഏഷ വന്ധ്യാസുതോ ആയാതി ശശശൃംഗധനുർധരഃ. ഉപനിഷത് ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ ആചാര്യസ്വാമികൾ ഇത് പറയുകയാണ്, ഈ ഉദാഹരണം. അത്യന്താഭാവം, ടോട്ടൽ നെഗേഷൻ എന്നുള്ളത്. മൃഗതൃഷ്ണാംഭസി സ്നാതഃ ആരാണ്? ഏഷ വന്ധ്യാസുതോ ആയാതി. വന്ധ്യാസുതൻ, വന്ധ്യാസുതൻ എന്ന് പറഞ്ഞാലോ വന്ധ്യയുടെ മകൻ. ഒരിക്കലും പൊരുത്തപ്പെടാത്തതായ ഒരു ചേർച്ച അവിടെ കാണുന്നത്. ചേർച്ചയല്ല, വന്ധ്യാസുതഃ. സുതൻ ഉണ്ടെങ്കിൽ ആ സ്ത്രീ വന്ധ്യയല്ല. ഇനി വന്ധ്യയാണെങ്കിൽ സുതൻ ഉണ്ടാകുന്നതുമല്ല. അപ്പോൾ പരസ്പരം ഒരിക്കലും ബന്ധപ്പെടാത്തതായ ഒരു പ്രത്യേകതയാണ് ഇവിടെ വന്ധ്യാസുതഃ എന്നുള്ളത്. കേവലം നമ്മുടെ ബൗദ്ധിക തലത്തിൽ മാത്രം നിൽക്കുന്നതായ ഒരു ആശയം. ഭഗവത്പാദർ അത് വളരെ കാവ്യാത്മകമായിട്ട് അത് വർണ്ണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാവ്യശക്തി, പ്രൗഢമായ കവനശക്തി കൂടി ഇതിൽ ഈ ശാസ്ത്ര വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നു. യേശ വന്ധ്യാസുതോ ആയാതി. ഇതാ ഒരു വന്ധ്യാസുതൻ വരുന്നു. എങ്ങനെ? മൃഗതൃഷ്ണാംഭസി സ്നാതഃ. മരുമരീചികയിലെ ആ ജലത്തിൽ സ്നാനം ചെയ്ത്. മരുമരീചിക നമുക്കറിയാം. മരുഭൂമിയിൽ നാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെ ജലം ഉള്ളതുപോലെ തോന്നും, അടുത്തെത്തുമ്പോൾ ജലം അവിടെ ഇല്ല. അതൊരു പ്രതിഭാസം മാത്രമാണ്, ഒരു തോന്നൽ മാത്രമാണ്. കണ്ടോ, ഈ മായയ്ക്ക് ഏതെല്ലാം തരത്തിലാണ് ആചാര്യസ്വാമികൾ ഒരു അവിദ്യക്ക് ഏതെല്ലാം രീതിയിലുള്ള ഉദാഹരണങ്ങളാണ് കൊണ്ട് ഘടിപ്പിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. മൃഗതൃഷ്ണാംഭസി സ്നാതഃ. മൃഗതൃഷ്ണാംബസി എന്ന് പറഞ്ഞാൽ മരുമരീചിക. മരുമരീചികയിലെ ആ ജലത്തിൽ സ്നാനം ചെയ്ത് ഒരിക്കലും സാധ്യമല്ലാത്തതാണ്. ഇനി ഖപുഷ്പകൃത ശേഖരഃ. ആകാശകുസുമം, ആകാശത്തിൽ പുഷ്പിച്ചതായ ഒരു കുസുമം, ഒരു പൂവ് തലയിൽ ചൂടി. ഖപുഷ്പകൃത ശേഖരഃ. ഖം ആകാശം, ഖപുഷ്പം ആകാശകുസുമം.
ആകാശകുസുമത്തെ തലയിൽ ചൂടിക്കൊണ്ട്. സാധ്യമല്ലാത്തത്, തീർത്തും സാധ്യമല്ലാത്തത്. ഏഷ വന്ധ്യാസുതോ അയാതി. ഇനി ഒരു വിശേഷണം കൂടി നൽകുന്നു. ശശശൃംഗ ധനുർധര. ശശശൃംഗം എന്ന് പറഞ്ഞാൽ മുയൽ കൊമ്പ്. മുയലിന് എവിടെ നിന്നാണ് കൊമ്പ്? മുയലിന് കൊമ്പില്ല. അപ്പോ മുയൽ കൊമ്പിനെ ധനുസ്സായിക്കൊണ്ട്, വില്ലായി കയ്യിൽ പിടിച്ചുകൊണ്ട്, ഒരു ആയുധമാക്കിക്കൊണ്ട് വന്ധ്യാസുത ആയാതി. ഇതാണ് ഈ പറഞ്ഞ ടോട്ടൽ നെഗേഷൻ. ഇത് ഒരിക്കലും സംഭവിക്കുന്നതല്ല, അത്യന്തം അസത്ത്. എന്നാൽ ഈ പ്രപഞ്ചം അത്യന്തം അസത്തല്ല, കാരണം അനുഭവ വിഷയമാകുന്നു. ഇതുണ്ട് എന്നൊക്കെ. സബ്ലേഷൻ വരുന്നത്, അത് ഇല്ലാതാകുന്നത് എപ്പോഴാണ്? അത് ബോധോദയ സമയത്താണ്. അതുവരെ അതുണ്ട്, അനുഭവ വിഷയമാണ്. ഇവിടെ ഉണ്ട് ചൂട്, മഴ പെയ്യുന്നു, വെയിലുണ്ട്, തണുപ്പുണ്ട്, ദാഹം, വിശപ്പ്, അതുപോലെ സുഖം, ദുഃഖം, ജയം, പരാജയം. ഇതെല്ലാം നമ്മുടെ ഭഗവത്ഗീതയിലെ ചർച്ചകൾ മുഴുവൻ ഇത് തന്നെയാണ്. ഈ അത്യന്താഭാവത്തിന്റെ സ്വരൂപം എന്താന്ന് ചോദിച്ചാൽ, അതിനെ ശാസ്ത്രീയമായി ന്യായശാസ്ത്രത്തിൽ പറയുകയാണ്, ത്രൈകാലിക സംസർഗാവച്ഛിന്ന പ്രതിയോഗിതാക്കോ അഭാവ അത്യന്താഭാവ എന്ന് പറയും. 3 കാലത്തിലൂടെയും ഒരു തരത്തിലും സംസർഗത്തിൽ കൊള്ളിക്കാൻ സാധിക്കാത്തതായ ത്രൈകാലിക സംസർഗാവച്ഛിന്ന പ്രതിയോഗിതാക്കോ അഭാവ. ഒരു പ്രതിയോഗി, ഒരു വസ്തു, ഓബ്ജക്റ്റ്, അതിനെ 3 കാലത്തിലൂടെയും, ഇത് ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, ഇനി ഉണ്ടാകും, അതാണ് 3 കാലം. ആ 3 കാലത്തിലൂടെയും ഒരു തരത്തിലും നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയാത്തത്, അത് ആ അഭാവമാണ്. ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇല്ല, ഇനി ഉണ്ടാകുമില്ല എന്ന് പറയുന്നതാണ് അത്യന്താഭാവം. ഈ അത്യന്താഭാവം പോലെയല്ല, അത്യന്തം അസതല്ല ഈ പ്രപഞ്ചം, ഈ വിശ്വം. എന്തുകൊണ്ട്? നാം കാണുന്ന ദൃശ്യങ്ങൾ ഒരു പരിധി വരെ അവയ്ക്ക് സത്തയുണ്ട്, പക്ഷെ കുറെ കഴിയുമ്പോൾ അവ ഇല്ലാതാകും. അപ്പൊ താൽക്കാലികമായ ഒരു സത്ത അതിന് കൊടുക്കാം. അതിനെയാണ് വ്യാവഹാരിക സത്ത എന്ന് പറയുന്നത്. വ്യാവഹാരിക സത്ത നമ്മുടെ വ്യവഹാര കാലത്തിൽ, അതായത് ഇറ്റ് ഈസ് റിയൽ ഫോർ ദി പർപ്പസ് ഓഫ് ഹ്യൂമൻ പാർലൻസ്. വ്യവഹാര കാലത്ത് അനുഭവ വിഷയമാകുന്ന ഒരു സത്തയുണ്ട്. ഈ പുസ്തകമുണ്ട്, ഈ മുമ്പിലുള്ള മൊബൈൽ ഫോണുണ്ട്, ഈ ഫാൻ കറങ്ങുന്നു, കാറ്റ് കിട്ടുന്നു. ഈ അനുഭവങ്ങളെല്ലാം താൽക്കാലികമായ യാഥാർത്ഥ്യങ്ങളാണ്. സോ റിലേറ്റീവ്ലി റിയൽ എന്ന് പറയാം. അതാണ് റിലേറ്റീവ് സത്ത, റിലേറ്റീവ് റിയാലിറ്റി, താൽക്കാലികമായത് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് റിയൽ ഫോർ ദി പർപ്പസ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ, ഹ്യൂമൻ പാർലൻസ് പറയാറുണ്ടല്ലോ. ഇതാണ് ഒരു സത്ത. പിന്നെ ഒന്നാണ് സ്വപ്നത്തിലെ പ്രാതിഭാസിക സത്ത. സ്വപ്നത്തിലും ശുക്തിരജതത്തിലും രജ്ജു സർപ്പത്തിലും ഒക്കെ കാണപ്പെടുന്നത് അതാണ് പ്രാതിഭാസിക സത്ത. അത് ഇല്യൂഷറി റിയാലിറ്റി. ഈ ടേംസ് ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ അതൊക്കെ കോൺട്രഡിക്ഷൻ വൈരുദ്ധ്യമുള്ളതായിട്ടാണ് തോന്നും. ഇല്യൂഷറി റിയാലിറ്റി, ഇറ്റ്സ് എൻ ഇല്യൂഷൻ ബട്ട് ഇറ്റ്സ് റിയൽ ഡ്യൂറിങ് ദി ടൈം ഓഫ് സ്വപ്ന, ഡ്രീം. ഇല്യൂഷറി, അത് എപ്പോഴാണ് ഇല്യൂഷറി ആകുന്നത്? അത് ശുക്തിയാണെന്ന് തോന്നുമ്പോൾ, അതുവരെ രജതമാണെന്ന് തോന്നിയിരുന്നതായ ആ ഒരു ജ്ഞാനം, റിയൽ ആ ജ്ഞാനം, അത് ഇല്ലാതാകുന്നു, ഇല്യൂഷൻ ആകുന്നു. റിയാലിറ്റി ടേൺസ് ഇൻ ടു ഇല്യൂഷൻ. സോ ദാറ്റ് ഈസ് ഇല്യൂഷറി റിയാലിറ്റി. അതാണ് പ്രാതിഭാസിക സത്ത. സ്വപ്നത്തിൽ രാജാവായി സ്വപ്നം കാണുന്നു, എല്ലാവരെയും വിളിക്കുന്നു, മന്ത്രി വിളിക്കുന്നു, മന്ത്രിയെ വിളിക്കുന്നു, സേനാനായകനെ വിളിക്കുന്നു,
രഥം കൊണ്ടുവരാൻ പറയുന്നു, യുദ്ധത്തിന് പോകുന്നു, ഇതല്ല നടക്കുന്നു. സുപ്തോത്ഥിതസ്യ, സ്വപ്നം എണീറ്റ് കഴിഞ്ഞാലോ അവയെല്ലാം തന്നെ ഇല്ലാതാകുന്നു. സ്വപ്നാനുഭവങ്ങളെല്ലാം നിരാകരിക്കപ്പെടുന്നു. അവയെല്ലാം ഇല്യൂഷറിയാണ്, പ്രാതിഭാസിക സത്ത. സോ ദാറ്റ് ഈസ് ഇല്യൂഷറി റിയാലിറ്റി എന്ന് പറയും. എന്നാൽ ഇവ രണ്ടിലും പെടാതെ എന്നും നിലനിൽക്കുന്ന ഒരു റിയൽ, ഒരു സത്ത് ഉണ്ട്, പാരമാർത്ഥിക സത്ത്. അതാണ് ഈ സത്ത് എന്ന് പറയുന്ന വസ്തു, ആത്മാവ് എന്ന് പറയുന്ന വസ്തു. ആ ആത്മാവ് പ്രതിബിംബിക്കുമ്പോൾ, അവിദ്യയിൽ മായയിൽ പ്രതിബിംബിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അത് ഈശ്വരൻ എന്നും, പ്രത്യേക പ്രതിഫലനത്തെ ഈശ്വരൻ, സകല ജഗത് സൃഷ്ടാവായ ഈശ്വരൻ, സർവജ്ഞനായ ഈശ്വരൻ എന്നും, ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ഈ ബോഡി മൈൻഡ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം അതിന്റെ തന്നെ ക്രിയേഷനാണ്, അതിന്റെ തന്നെ അത് സൃഷ്ടിക്കുന്നതാണ്, സൃഷ്ടിയാണ് ഇതെല്ലാം. ആ സത്തയുടെ തന്നെ സൃഷ്ടിയാണ് ഇതെല്ലാം. ഒരു പ്രത്യേക രീതിയിൽ അവിദ്യയിൽ പ്രതിബിംബിക്കുമ്പോൾ, പഞ്ചകോശത്തിൽ പ്രതിബിംബിക്കുമ്പോൾ, പിന്നീട് പറയുന്നുണ്ട്, പഞ്ചകോശങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. പഞ്ചകോശാന്തർഗതമായ ഒരു പ്രതിബിംബം ഉണ്ടാകുമ്പോൾ അതിന് ജീവൻ എന്നും വ്യവഹരിക്കുന്നു. ആ സത്ത തന്നെയാണ്, ഒരേ സത്തയാണ്. ആ സത്ത സദാതനമായ ചിരന്തനമായ സത്തയാണ്. അതിനെയാണ് നാം പാരമാർത്ഥിക സത്ത എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു വിഷയം, അതായത് ഈ സത്താത്രയം, 3 സത്തയുണ്ടെന്നുള്ള അർത്ഥമല്ല, നമ്മുടെ അറിവിന് വേണ്ടി, നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഫോർ അവർ പ്രോപ്പർ കോംപ്രിഹെൻഷൻ നമ്മൾ ഇതിനെ 3 സത്തയുണ്ടെന്ന് പറയുന്നു. സത്ത ഒന്നേ ഉള്ളൂ. ഇപ്പൊ സഗുണം നിർഗുണം, ബ്രഹ്മം 2 തരത്തിലല്ല, സഗുണമായും കാണപ്പെടുന്നു, നിർഗുണമായ ബ്രഹ്മം സഗുണമായും കാണപ്പെടുന്നു, അനുഭവ വിഷയമാകുന്നു എന്നുള്ളതാണ്. അല്ലാതെ ക്ലിയർ ആയിട്ടുള്ള ഇതിൽ ഇല്ല. മറ്റു ദർശനങ്ങളിലൊക്കെ വേറെ അനുഭവങ്ങളാണ്, അത് വേറെ. ഇനി അപ്പോൾ നാം മനസ്സിൽ ഉറപ്പിക്കേണ്ടത്, ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം, ഒരു ദർപ്പണത്തിൽ പ്രതിബിംബിക്കുന്ന, ഒരു കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നതായ നഗരം, നഗരത്തിന്റെ എല്ലാ സൗധങ്ങളോടും സൗധശൃംഗങ്ങളോടും എല്ലാം കൂടിയതായ ഒരു അതിന് തുല്യമായ നഗരീ തുല്യം, അതുപോലെ അവാസ്തവികമാണ്. എങ്ങനെ? ഉപാധി ഇല്ലാതാകുമ്പോൾ, ദർപ്പണം എന്ന ഉപാധി ഇല്ലാതാകുമ്പോൾ ഈ പറയുന്ന നഗരം ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് പോലെ, നിജ അന്തർഗതം വിശ്വം, തന്റെ തന്നിൽ ആത്മാവിന്റെ ഉള്ളിലുള്ളതായ ഈ വിശ്വം, ബഹിരുദ്ഭൂതമിവ, പുറമെ ഉദ്ഭൂതമായതുപോലെ. എങ്ങനെ? നിദ്ര കഴിഞ്ഞ് വരുന്ന ആൾക്ക്, ഒരു നിദ്ര കഴിഞ്ഞ് വരുന്നയാൾ ആ സ്വപ്നാനുഭവത്തിൽ കണ്ടവയെല്ലാം അവാസ്തവികമാണ്, അയഥാർത്ഥമാണെന്ന് തോന്നുന്നത് പോലെ, മായയാ ബഹിരുദ്ഭൂതമിവ പശ്യന്, മനസ്സിലാക്കിക്കൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട്, നിശ്ചയജ്ഞാനത്തോടു കൂടി, എപ്പോൾ? പ്രബോധ സമയേ സ്വാത്മാനമേവ സാക്ഷാത്കുരുതേ, അദ്വയം സാക്ഷാത്കുരുതേ, പ്രപഞ്ച ശൂന്യമായ, നിഷ്പ്രപഞ്ചമായ നിലയിൽ ദ്വൈതശൂന്യമായി, ദ്വയശൂന്യമായി, അദ്വയമായി എങ്ങനെ അനുഭവ വിഷയമാകുന്നുവോ, തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ. അപ്പോ തത്വം പദാർത്ഥങ്ങളുടെ ഐക്യം സൂചിപ്പിക്കുന്നതായ ആ മഹാവാക്യങ്ങളുടെ ഒരു പ്രത്യേകത കൂടി ഈ ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വ്യാഖ്യാനകാരന്മാർ, മഹാത്മാക്കൾ ഒക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സ്വാത്മാനമേവ അദ്വയം, ആത്മ എന്നൊരു പദമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ലൗകിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത് നോക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു,
എവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണെന്ന് നമുക്കറിയില്ല, ഫിനിഷിംഗ് പോയിന്റ് ഏതാണെന്നും അറിയില്ല. ചിലപ്പോൾ നമ്മുടെ ചർച്ച സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നായിരിക്കും. കാരണം ഇവിടെ ഏകമായ വസ്തുവിൽ സ്റ്റാർട്ടിങ്ങും ഇല്ല ഫിനിഷിങ്ങും ഇല്ല എന്നുള്ളതാണ്. ഇതാണ് നാം മനസ്സിൽ ആദ്യം ഉറപ്പിക്കേണ്ടത്. ആത്മാവ്, ഈ ആത്മാവെന്നൊരു വസ്തുത, ഇതിനെക്കുറിച്ച് പല ചർച്ചകൾ. ഏറ്റവും താഴെ നിലയിൽ നിന്നും നോക്കാം. ഈ ആത്മാവെന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി ഇല്ല എന്ന് പറയുന്നവരാണ് ചാർവാകന്മാർ, ലോകായതന്മാർ എന്ന് പറയും. ചാർവാകന്മാർ എന്ന് പറയാറുണ്ട് അവർ. ചാരുവാഗ് യസ്യ സഹ ചാർവാഗ എന്നൊക്കെ ഒരു ഉത്പത്തിയൊക്കെ പറയാറുണ്ട് കൗതുകത്തോടെ. കേൾക്കാൻ വളരെ ഇൻപമുള്ളതായ വാക്കുകളാണ് അവർക്കുള്ളത്. ചാർവാകന്മാർ എന്ന് പറഞ്ഞാൽ വേദ നിന്ദകരാണ്, പാഖണ്ഡന്മാരാണ്. പാഖണ്ഡ എന്നൊരു പദമുണ്ട്. പാഖണ്ഡൻ, പാഷണ്ഡൻ എന്ന് പറയാറുണ്ട്. പാഖണ്ഡ എന്നുള്ളതാണ് ശരിയായ പദം. പാ എന്ന് പറഞ്ഞാൽ വേദം, വേദങ്ങൾ. ഖണ്ഡ, അതിനെ നിന്ദിക്കുന്നവർ, അവരാണ് പാഖണ്ഡന്മാർ, വേദനിന്ദകരെന്നർത്ഥം. പാശബ്ദേന ത്രൈധർമ്മ, 3 രൂപത്തിലുള്ള വേദധർമ്മ, ഋഗ്യജു സാമ രൂപത്തിലുള്ളതായ ധർമ്മം. ആ ധർമ്മത്തെയാണ് പാ എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്. എന്തുകൊണ്ട്? പാ രക്ഷണ ഇതി സ്മൃതേഹ. പാതി എന്നൊരു രൂപമുണ്ട്, രക്ഷിക്കുന്നു. ഗാം പാതി ഇതി ഗോപാലഹ എന്നാണ് രൂപം. അതുപോലെ പാതി ഇതി പാ രക്ഷണ ഇതി സ്മൃതേഹ, സ്മൃതിയിൽ പറയുന്നു. പാ എന്ന് പറഞ്ഞാൽ രക്ഷണം എന്നാണ് അർത്ഥം. പാ എന്ന് പറഞ്ഞാൽ ത്രയീധർമ്മം. അപ്പൊ വേദധർമ്മം നമ്മെ രക്ഷിക്കും എന്ന് കരുതുന്നവരാണ് നാം. തം ഖണ്ഡയതി, ഈ ഒരു ആശയത്തെ ആരാണോ ഖണ്ഡിക്കുന്നത്, ആരാണോ നിരാകരിക്കുന്നത്, എങ്ങനെ? തർക്കൈഹി, തർക്കം എന്ന് പറഞ്ഞാൽ അവിടെ കുതർക്കമാണ്. തേ പാഖണ്ഡ ഇതി സ്മൃതാഹ, അവരെ പാഖണ്ഡന്മാർ എന്ന് പറയും. പാഷണ്ഡൻ എന്നുള്ള ഒരു പദം എങ്ങനെയോ വന്നുപോയി. തമിഴിലൊക്കെ പാഷണ്ഡൻ എന്നുള്ള ഒരു പദം സാധാരണ ഈ ഇതിൽ കാണുന്നു. ഭാഷാശാസ്ത്രജ്ഞന്മാരാണ് അതിന് ഉത്തരം തരേണ്ടത്. ശാസ്ത്രദ്വേഷികളാണ് അവര്, ശാസ്ത്രദ്വേഷികൾ, വേദനിന്ദകരാണ്, വർണ്ണാശ്രമങ്ങളെയെല്ലാം നിന്ദിക്കുന്നവരാണ്. അപ്പോ വർണ്ണാശ്രമത്തെയും ആചാരങ്ങളെയും എല്ലാം നിന്ദിക്കുന്നവർ ശാസ്ത്രദ്വേഷികൾ. അപ്പോ ഈ പാഖണ്ഡരാണ് സാധാരണ ജനങ്ങൾ. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. പക്ഷേ ആത്മാവെന്ന് ചോദിച്ചാൽ പറയും ശരീരമാണ് ആത്മാവെന്ന് പറയും. ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളവർ. ശരീരം ആത്മാവ്. ശരീരപോഷണമാണ് നമ്മുടെ ധർമ്മം. ഏറ്റവും വലിയ പുരുഷാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ശരീരപോഷണം. നല്ലപോലെ ഭക്ഷണം കഴിക്കുക. സാധാരണ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് പറയാറുണ്ടല്ലോ, എന്താ? തിന്നുക, കുടിക്കുക, ഉല്ലസിക്കുക എന്ന് പറയാറുണ്ട്. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്ന് പറയും. ഇവരാണ് പാഖണ്ഡന്മാര് എന്നത്. വേദനിന്ദകൻ ആണ്. വേദനിന്ദകരായിട്ട് മറ്റു പലരും ഉണ്ട്, ബൗദ്ധ ജൈനാദികളും ഉണ്ട്. വരട്ടെ, അത് പിന്നീട് പറയാം. അപ്പൊ ശരീരപോഷണമാണ് ഏറ്റവും വലിയ പുരുഷാർത്ഥം എന്ന് കരുതുന്നവരായ ചാർവാകൻ. അതിൽ ധൂർത്ത ചാർവാകൻ, സുശിക്ഷിത ചാർവാകൻ എന്നൊക്കെ ചില ഭേദങ്ങളുണ്ട്. സാന്ദർഭികമായിട്ട് ഇതെല്ലാം അവതരിപ്പിക്കേണ്ടി വരുന്നു നമുക്ക് ഇവിടെ. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ഒരു പ്രതിപാദനം ആവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്ന്.
ലോകത്തിൽ എവിടെയും ഇതുണ്ടായിരുന്നു. ഇതൊരു തത്വസംഹിതയായി കൊണ്ട് നടന്ന ഒരു കൂട്ടർ എപ്പിക്യൂറിയൻസ് എന്ന് പറയും. പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തിൽ എന്ന പോലെ എപ്പിക്യൂറിയൻസ് എന്ന് പറയാറുണ്ട്. എപ്പിക്യൂറസ് എന്നൊരു ഒരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു ആചാര്യൻ. അവരുടെ ദൃഷ്ടിയിൽ ഒരു ആചാര്യൻ. നമ്മുടെ ദൃഷ്ടിയിൽ ചാർവാകനും ഒരു ആചാര്യനാണല്ലോ. ബൃഹസ്പതി മതമുണ്ട്. അതുപോലെ ജാബാലി മതമുണ്ട്. വാൽമീകി രാമായണത്തിൽ പ്രതിപാദിക്കുന്നതാണ് ജാബാലി മതം. അത് മറ്റൊരു അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കത് പറയേണ്ടി വരും. അതൊക്കെ സുശിക്ഷിത ചാർവാകനാണ്. ഇത് ധൂർത്ത ചാർവാകൻ, ഏറ്റവും താഴെക്കിടക്ക് ഉള്ളവൻ എന്നർത്ഥം. എന്താ പറയാ, ഇൻഫീരിയർ, ഏറ്റവും താഴെയുള്ളവൻ. ഈ ധൂർത്ത ചാർവാകന്റെ മതത്തിൽ എന്താ, ഋണം കൃത്വാ ഘൃതം പിബേത് എന്നാണ്. കടം വാങ്ങിച്ച് നെയ്യും കൂട്ടി സുന്ദരമായിട്ട് ഭക്ഷണം കഴിച്ചോളുക എന്നാണ്. അതാണ് അവരുടെ രീതി. ഋണം കൃത്വാപി ഘൃതം പിബേത്, കടം വാങ്ങിച്ചെങ്കിലും നെയ്യ് കൂട്ടി കഴിച്ചോളൂ. കടൻ വാങ്ങിച്ച കടൻ തിരിച്ചു ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കുന്ന പതിവില്ല. കൂടുതൽ ചോദിച്ചാലോ തിരിച്ചങ്ങോട്ട് അടി കൊടുക്കും. അതാണ് ധൂർത്ത ചാർവാകൻ. ഋണം കൃത്വാ ഘൃതം പിബേത്. ശരീരമാണ് ആത്മാവ്. ശരീരപോഷണമാണ് മുഖ്യധർമ്മം, പുരുഷാർത്ഥം. ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ എന്നാണ് അവരുടെ ചോദ്യം. നിങ്ങൾ ആത്മാവുണ്ട്, അതിങ്ങനെ നിലനിൽക്കും, ഈ ശരീരം പോയാലും മറ്റൊരു ശരീരം വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരീരമാണ് ആത്മാവെങ്കിൽ മരണാനന്തരം ഈ ശരീരത്തെ നാം ദഹിപ്പിക്കുന്നു, ഭസ്മമായി തീരുന്നു. ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. എങ്ങനെയാണ് അത് തിരിച്ചു വരുന്നത്? ഇങ്ങനെ വളരെ രസകരമായി അവരൊരു ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടുപോകും. ഈ ധൂർത്ത ചാർവാകൻ. ശരീരം ഭസ്മമായി കഴിഞ്ഞാലോ പിന്നെ ആ ശരീരം തിരിച്ചു വരുന്നില്ലല്ലോ. അപ്പൊ ആ ആത്മാവില്ല. അപ്പൊ ആത്മാവില്ലാതാകുന്നു, നശിക്കുന്നു. ഇപ്പൊ നശിക്കുന്നതായ ഒരു വസ്തുതയെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്? ആത്മാവ് നിത്യമാണ്, ആത്മാവ് ബ്രഹ്മമാണ് എന്നൊക്കെയുള്ള വാദങ്ങളും എല്ലാം കേവലം ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് അവര് പറയും. ഇതാണ് ധൂർത്ത ചാർവാകൻ എന്ന് പറയുന്നത്. ഇനി സുശിക്ഷിത ചാർവാകൻ ഒരാളുണ്ട്, കുറച്ച് ഒരു റിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തി, റിഫൈൻഡ് ചാർവാക. ഈ ചാർവാകത്തിൽ എങ്ങനെയാണ് ഈ റിഫൈൻഡ് ആൻഡ് ക്രൂഡ് എങ്ങനെയാണ് വരുന്നത്? ക്രൂഡ് ആൻഡ് റിഫൈൻഡ് എന്നുള്ള ഒരു 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 ഭേദം എങ്ങനെയാണെന്ന് ശാസ്ത്രകാരന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഈ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബൃഹസ്പതി മതം എന്നുണ്ട് എന്നാണ്. ബാർഹസ്പത്യം എന്ന് പറയാറുണ്ട്. ഭാസകവിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഭാസകവി, വളരെ പ്രാചീനനായ കവിയായ ഭാസമഹാകവി, അദ്ദേഹത്തിന്റെ പ്രതിമാ നാടകത്തിൽ ഈ ബാർഹസ്പത്യ മതം എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ബൃഹസ്പതിയുടെ മതമാണിത്. ഏതോ ഒരു സന്ദർഭത്തിൽ ബൃഹസ്പതി പറഞ്ഞു എന്നാണ്, ബുദ്ധാവതാരമെടുത്ത് ഭഗവാൻ ജനങ്ങളെ മോഹിപ്പിച്ചു എന്നുകൂടി ഒരു ഇതുണ്ടല്ലോ, ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആ ഒരു പ്രത്യേകത ഇവിടെ ഈ ശങ്കര വിജയത്തിൽ തന്നെ പറയുന്നുണ്ട്. മുന്നം ജനാർദ്ദനൻ ഞങ്ങൾ തൻ ഹിതം പാർത്തു താൻ പ്രഭോ, ബുദ്ധനായി സുഗതന്മാരെ വഞ്ചിച്ച കഥയോർപ്പു നീ എന്ന് പറയുന്നുണ്ട്. ദേവന്മാരെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തിൽ ശിവനോട് ഈ ധർമ്മച്യുതി സംഭവിച്ച സന്ദർഭത്തിൽ ഭഗവാന്റെ അവതാരം കൊണ്ട് ഈ ധർമ്മച്യുതിയിൽ നിന്നും ഈ ജനങ്ങളെ
നേരത്തെ പറഞ്ഞല്ലോ, അജ്ഞാനാന്തർഗ്രഹണപതിതാൻ ആത്മവിദ്യോപദേശി എന്ന് പറഞ്ഞതുപോലെ ആ അവതാരത്തിനായി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ദേവന്മാർ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു മതം ഇങ്ങനെ ബൗദ്ധമതം പോലെ ഈ ചാർവാക മതവും കിടപ്പുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ഏറിയ പങ്കും ഇന്നത്തെ ആധുനിക ചിന്തകളെല്ലാം ഭൗതിക ചിന്തകളാണ്. ഭൗതികമായ താല്പര്യങ്ങൾ മാത്രമാണ് കാണുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭൂരിഭാഗവും ഈ ധൂർത്ത ചാർവാകന്മാരായിട്ടാണ് കഴിയുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചതായ ഒരു വലിയ ക്ഷീണമാണ്. ഏത് മതവുമായിക്കോട്ടെ, ഏത് ധർമ്മവുമായിക്കോട്ടെ, ഏത് സംസ്കാരവുമായിക്കോട്ടെ, ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന ഈ ജനത, അത് ധൂർത്തന്മാരാണ്. ഈ ധൂർത്ത ചാർവാകന്മാരാണ്. ഇനി അവർ പറയുകയാണ്, എന്താണ് പുരുഷാർത്ഥം എന്ന് ചോദിച്ചാൽ ഈ പുരുഷാർത്ഥം ഇത് തന്നെ. ഖാദത പിബത മോദത, ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി, ഇത് തന്നെയാണ്. എപ്പിക്കൂരസ് ഒരു പ്രത്യേകം ഒരു എന്താ പറയാ, ഒരു ദ്വീപ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഗ്രീസിലെ പുരാണ കഥകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എപ്പിക്യൂരിയൻ ഫിലോസഫി. പക്ഷെ അതിലൊരു മോഡറേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവരതിലൊരു മോഡറേഷൻ അവരതിൽ പരിപാലിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അവർ ധൂർത്ത ചാർവാകരാണോ സുശിക്ഷിത ചാർവാകനാണെന്നോ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നതുമല്ല. ഇനി നമുക്ക് സുശിക്ഷിത ചാർവാകരിലേക്ക് വരാം. അവർ പറയുന്നു, ശരീരം തന്നെയാണ് ആത്മാവ്. ആത്മാവില്ല എന്ന് വാദിച്ചവരാണ് ധൂർത്ത ചാർവാകനെങ്കിൽ, പക്ഷെ ആത്മാവുണ്ട്. ഈ ആത്മാവും ശരീരമാണ്. ഈ ആത്മാവ് ശരീരമാണ്. ശരീരാത്മവാദികളാണ് അവർ. അവരാണ് സുശിക്ഷിത ചാർവാകന്മാർ. അവരുടെ തത്വങ്ങളെക്കുറിച്ച് ചിലത് മനസ്സിലാക്കണം. അതോടുകൂടി വാൽമീകി രാമായണത്തിലെ ജാബാലി മതം എന്താണെന്ന് കൂടി ഒന്ന് ഓടിച്ചു നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇന്നത്തെ ഈ സത്സംഗം ഇതോടുകൂടി അവസാനിക്കുന്നു. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.